ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ പലരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. മാക്സിമം പറ്റുന്ന രീതിയിലുള്ള അപ്ഡേഷൻസ് ഒക്കെ രാവിലെ തരാറുണ്ട്. ഓക്കെ, പറ്റുന്ന പോലുള്ള പ്രിക്കോഷൻസ് എടുക്കാനുള്ളതൊക്കെ പറയാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടി വി എസ് മോട്ടറാണ് ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത്. ടി വി എസ് മോട്ടർ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് എടുക്കുന്ന ആ ട്രെൻഡ് ലൈൻ നിന്നാണ്. ഇത്രയും നല്ലൊരു നെഗറ്റീവ് ക്യാൻഡിലാണ്, ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു. ഈ ഒരു ക്യാൻഡിലിനെ ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ ഹോൾഡ് ചെയ്ത് നിർത്തി. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിയറിഷിനോടെ പിടിച്ചു നിർത്തി എന്നുള്ള രീതിയിലാവാനാണ് സാധ്യത. കാരണം ഇത്ര നല്ലൊരു ബിയറിഷിനെ ഇവിടെ ഹോൾഡ് ചെയ്തു. അതായത് വീണ്ടും തിരിച്ചു കയറാനുള്ളൊരു ടെൻഡൻസിയാണ് കൂടുതൽ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ടും എടുത്തിരിക്കുന്നത്. ഓക്കെ, പോരാത്തതിന് ഈ ഒരു റീജിയൻ, ഓക്കെ, ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അതൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്തതും ആവാം. അപ്പോൾ നാളത്തെ കണ്ടീഷനിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇങ്ങനെ. ഓക്കെ, മുകളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഓക്കെ, വീണ്ടും അത് തിരിച്ചു വരികയാണ്. ബിയറിഷ്നെസ് കുറച്ചും കൂടി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ മൊമെൻറ്റും കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. അങ്ങനെ ഫോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഭാരത് ഫോർജ് സെലക്ട് ചെയ്തത്. പിന്നെ 2 പ്രാവശ്യം ഈ റീജിയനിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം അതിൽ എൻട്രി ആവാം. അടുത്തത് ഇൻഡിഗോ ആണ്. ഇൻഡിഗോ കുറച്ച് ദിവസമായിട്ട് ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഉണ്ടോ ചെറിയൊരു റീട്രേസ്മെൻറ്റ്. അപ്പോൾ നാളെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അഥവാ ഈ ഒരു ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ താഴേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അടുത്തത് ACC ആണ്. ACC കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ബിയറിഷ്നെസ് കാണുന്നുണ്ട്. ഓക്കെ, കണ്ടല്ലറിയാതെ മുകളിലേക്ക് പോകുന്നു. ഓക്കെ, തിരിച്ചു വരുന്നു, വീണ്ടും ഇവിടെ ഒരു ഡോജിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ക്യാൻഡിൽ, അതിനുശേഷം ഇവിടെ ഒരു ക്യാൻഡിൽ, അതൊരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ ലക്ഷണമാണ്. ഇതിനെ മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ എന്നാണ് പറയുക ഈ ഒരു ഫോർമേഷന്. അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു ഹയർ ലെവലിന് ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി അഥവാ ഈ റീജിയൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റത്തിനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഇത് ചോളമണ്ഡലം ഫിനാൻസ് ആണ്. ചോളമണ്ഡലം ഫിനാൻസ് നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റം തന്നതിന് ശേഷം ചെറിയ റീട്രേസ്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു സൈഡ് വൈസ് മാർക്കറ്റും ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു റീജിയനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു റീജിയനിൽ ഒരുപാട് പ്രാവശ്യം തട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു റീജിയനും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ തട്ടി, വീണ്ടും ഇതിൽ തട്ടി, ഓക്കെ, വീണ്ടും ഇവിടെ വന്ന് തട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. അഥവാ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ലെവൽ വരെ ചെല്ലാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ചോളമണ്ഡലത്തിൻ്റെ ലെവൽ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് പലർക്കും കയറാനുള്ളൊരു മടിയുണ്ട് ലിങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്, അതായത് ബൈയിങ് സൈഡിലേക്ക്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇത് സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രിയാണ്. ആ സമയത്തുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോവാണ് 368 രൂപയ്ക്ക് മുകളിലേക്കാണ് നമ്മൾ ബുള്ളിഷ്നെസ്സിന് സാധ്യത കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 368 എന്നുള്ള ലെവല് ഒരു നല്ല റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോണാണ്. ഓക്കെ,
ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് വരയ്ക്കാനുള്ളത് എടുക്കാം. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ സപ്പോർട്ടും എടുക്കുന്നുണ്ട്. ഈ ഒരു റീജിയൻ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. 368, 362 എന്നുള്ള ലെവൽ നോക്കാം. 360 നോക്കുമ്പോൾ ഈ ഒരു ലെവൽ, ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ, ഇതൊക്കെ എന്തായിട്ട് നന്നായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബിയറിഷ്നെസ്സിന് ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി പോയിന്റ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. സെല്ലിംഗ് സൈഡിലേക്കാണ്, ബൈ സൈഡിലേക്ക്. ഇനി സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള കാരണം ഇവിടെ നിന്ന് അടുത്ത ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് പോയിന്റ് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇടയിൽ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു റീജിയനിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ആയിട്ട്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് എടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിങ് ലോൻ്റെ അടിയിലാണ് നമ്മൾ വെക്കേണ്ടത്. സ്വിങ് ലോൻ്റെ അടിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഇങ്ങനെയുള്ള സമയമാണെങ്കിൽ ഓക്കെ, നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരില്ല. ഇനി അത് റെസിസ്റ്റൻസ് സൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സെല്ലിംഗ് സൈഡ് ആണെങ്കിൽ നമ്മളും അതും വെക്കുന്നത് ഈ സ്വിങ് ഹൈൻ്റെ മുകളിലായിരിക്കും. അതായത് ഈ ഒരു ഭാഗത്തായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എൻട്രി ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ. കാരണം തിരിച്ചു വരുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ബട്ട് നമുക്കത് ഇവിടെ അങ്ങനെ വെക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ലെവല് കൂടും. ഓക്കെ, നമുക്കത് ഇവിടെയൊക്കെ വെക്കാം നൈസായിട്ട്. പക്ഷേ ഇവിടെ ഒരു അവസാനിക്കുന്നത് ഈ ഏരിയയിലാവുകൊണ്ടാണ് വെക്കാത്തത്. അല്ലാത്ത പക്ഷം നമുക്കിവിടെ വെക്കാമായിരുന്നു. നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 364 രൂപയൊക്കെ ആകും. വലിയ സ്റ്റോപ്പ് ലോസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കുന്നില്ല. ഇനി വെക്കണമെങ്കിൽ വെക്കാം, താല്പര്യമുള്ളവർക്ക് വെക്കാം. അത് മാത്രമല്ല, അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. ഓക്കെ, അതെങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വലുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണം ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷനും നടക്കുന്നുണ്ട്, കണ്ടാൽ അറിയാം. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ടും കൂടി പരിഗണിക്കണം ചെറുതായിട്ട്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ടും പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കൂടി കൺഫേം വരുത്തിയതിന് ശേഷം മാത്രം ഇവിടെ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി സെല്ലിംഗ് ലെവലിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. കുറച്ചും കൂടി സേഫായിട്ട് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ലെവൽസ് പറയാണ്. 368 രൂപയ്ക്ക് മുകളിലേക്ക് ചോളമണ്ഡലം ഫിനാൻസിന് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 362 രൂപയ്ക്ക് താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിനും ചാൻസ് ഉണ്ട്. അടുത്തത് ഇൻഡിഗോ ആണ്. ഇൻഡിഗോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നൽകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽ വെച്ചിരിക്കുന്നത് 1749 രൂപ അല്ലെങ്കിൽ 1750 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1722 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് 546 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 535 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണ് നടക്കുന്നത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. അടുത്തത് ടി വി എസ് മോട്ടറാണ്. ടി വി എസ് മോട്ടർ 502 രൂപയ്ക്ക് മുകളിൽ 502 രൂപ 45 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ടി വി എസ് മോട്ടർ 493 രൂപയ്ക്ക് താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് സാധ്യതയുണ്ട്. അടുത്തത് എ സി സി ലിമിറ്റഡ് ആണ്. എ സി സി ലിമിറ്റഡ് 1651 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1617 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഇത്രയും വലിയൊരു റേഞ്ചാണ് ഇതിന് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് പോലെ ഫീൽ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിനെ നിങ്ങളുടെ ട്രേഡിലേക്ക് പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടി അഗ്രസീവ് ട്രേഡറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 1637
ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്കതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയോ ഏതെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ചിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിലേക്ക് എൻട്രി ആവാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിനുള്ള ടിപ്സും അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം രാവിലെ എന്തെങ്കിലും ന്യൂസോ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അതിൽ ആക്റ്റീവ് ആവാം, നിങ്ങൾക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലാഭകരമായ ദിവസം നേർന്നുകൊണ്ട് നിങ്ങളോട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.